7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്തിനാ? അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരണമെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിയെടുക്ക് ഞാൻ പറഞ്ഞു പിന്നെ അത് കിട്ടണം. ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ നിന്ന് എന്തിനാ കയറി ഇടപെടുന്നത്? ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനും ഈ പ്രായം കഴിഞ്ഞ വാസോട്ടെ. അയ്യോ അന്നത്തെ ചെറുപ്പമല്ല ഇന്നത്തെ ചെറുപ്പം. അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി. ഞാൻ ഒരു മൈക്കൂടെ വാങ്ങിച്ചു തരാം, നാട് മുഴുവൻ വിളിച്ചു പോകും. ഇവന്റെ ഒരു കാര്യം കണ്ടോ? ഓട്ടെ കള, അവൻ നന്നാവൂല. പാല് എന്ന കൈക്കെന്നെ കടിച്ചു അല്ലടാ. എന്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ ഒച്ച വെച്ച് കൂട്ടി. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളും ഒക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്തു. വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. ഒരു കുഴപ്പമില്ല, സന്തോഷമുണ്ട് മക്കളെ, സന്തോഷായി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോ വീടും ഇല്ല, കൂടും ഇല്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. നിന്റെ എല്ലി ഞാൻ ചവിട്ടി പൊട്ടിക്കും. അവൻ വലിയ വെളിവേടും പറഞ്ഞതായിരിക്കും. അവന്റെ വെളിവേട് ഞാൻ മാറ്റും. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പ്. ഇത് തരക്കെടില്ലല്ലോ, ഓൻ ചരിത്രം ആവർത്തിക്കാണല്ലോ. ഏട്ടാ അനിയ പറയൂ. കോപ്പിലെ വണ്ടി ഓട്ടിച്ചോടിച്ച് മടുത്ത് നമുക്കൊരു ഫോർച്യൂണർ എടുത്താലോ?